മുക്കം ടൗൺ മസ്ജിദിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ നോമ്പ് 1 മുതൽ നോമ്പ് തുറ നടക്കാറുണ്ട്. അതിലേറെ സന്തോഷകരമുള്ള ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മാഷാ അല്ലാ, മറ്റൊന്നുമല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന തായിഷ് മോൻ്റെ കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അവനിവിടെ തിരക്കിലാണ്. മുക്കം ടൗൺ മസ്ജിദിൽ നോമ്പ് തുറക്കാൻ എത്തുന്നവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി വെക്കുന്ന തിരക്കിലാണ്. അവനും അവൻ്റെ അനിയനും നോമ്പ് 1 മുതൽ വൈകിട്ട് 5:30 ആകുമ്പോഴത്തേക്കും ഇവിടെ ടൗൺ മസ്ജിദിലെത്തും. അവരുടെ ഉപ്പ അനൂപിൻ്റെ കൂടെയാണ് അവരിവിടെ എത്താറ്. നിരവധി പേരാണ് ഇവിടെ നോമ്പ് തുറക്കാനായിട്ട് എത്താറ്. എന്നാൽ അവരാരും ഒരു പക്ഷേ ഈ 2 കുട്ടികളെയും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ മുതിർന്നവരുടെ കൂടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഓർഡറാക്കി വെച്ചതിന് ശേഷം അവരും അവരുടെ ഉപ്പ അനൂപും വീട്ടിലേക്ക് പോവാറാണ് പതിവ്. ഇന്ന് ബിരിയാണി ആയിരുന്നു. പല ദിവസങ്ങളും പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാവാറ്. മുക്കത്ത് നിന്നുള്ളവർ തന്നെ ഓരോരുത്തരായി സ്പോൺസർ ചെയ്താണ് ഈ ഒരു നോമ്പ് തുറ നടത്തിക്കൊണ്ട് പോവാറ്. റമദാൻ മാസത്തിൽ നോമ്പ് തുറപ്പിക്കുന്നത് ഏറെ പുണ്യം നിറഞ്ഞ കാര്യം തന്നെയാണ്. മുക്കത്തെത്തുന്ന നാനാ ഭാഗത്തു നിന്നുള്ള കച്ചവടക്കാരും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവരും വയ്യാത്തക്കാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു നോമ്പ് തുറ തന്നെയാണ് ഈ ഒരു ടൗൺ മസ്ജിദിൽ നടക്കുന്നത്. എത്രത്തോളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് നമുക്ക് കാണാം. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം അവർ വീട്ടിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഈ നോമ്പ് തുറ കണ്ടിന്യൂ ആയിട്ട് നടത്തുന്നത്? തുടങ്ങിയിട്ട് 10-18 വർഷമായി. 10-18 വർഷമായിട്ടുണ്ടാവും. വിപുലമായ രീതിയിലായിട്ട് ഇപ്പോൾ 11 വർഷമായി. നല്ല തിരക്കാണ് ഉണ്ടാവില്ലെന്ന് പറയാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്കുണ്ട്. അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാല്? ഫുഡ് ദിവസങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന നമ്മൾ പത്തിരിയും കോഴിക്കറിയും പിന്നെ വത്തക്ക വെള്ളം ഉണ്ടാവും, നാരങ്ങ വെള്ളം, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ചില 2 ദിവസങ്ങളിൽ ചിലപ്പം ബിരിയാണി ഉണ്ടാവും. സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരെ അനുസരിച്ചാണ്. സ്പോൺസർ ചെയ്യുന്ന മിക്കവാറും ആൾക്കാർ ഇവിടെ താമസക്കാർ തന്നെ ആയിരിക്കും. പിന്നെ താല്പര്യത്തോടെ തന്നെ കച്ചവടക്കാരുണ്ടാവില്ല. പിന്നെ പുറമുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് ഇങ്ങനെ ആകർഷണം കൊണ്ട് പിന്നെ കൂടുതൽ പൈസ തന്നിട്ടും ചെയ്യണം താല്പര്യം തന്നെ. അപ്പോൾ കൂടുതൽ ആൾക്കാർ പുറത്ത് നിൽക്കുക. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുന്ന കാര്യമാണെന്നുള്ള, അതും പ്രത്യേകിച്ച് റമദാനാകുമ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ ഇതിന് മുന്നേ കിട്ടുന്നത്. ഇവിടുത്തെ തിരക്കിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞ് കാണും. എനിക്കും ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. പള്ളീൻ്റെ ചുറ്റുഭാഗത്തും സ്ഥലങ്ങളിലായിട്ട് പലരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിതാ ഇവരെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെ തിരിച്ചു പോയി. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.